ഇറാനെതിരെ അതിശക്തമായ ആക്രമണം തുടർന്ന് അമേരിക്ക ഒരു മാസത്തോളം നീണ്ടു നിന്നേക്കാവുന്ന യുദ്ധ സാഹചര്യമാണുള്ളതെന്ന് വൈറ്റ് ഹൌസ് വിലയിരുത്തുന്നു. ഇറാനിലെ US ആക്രമണം അനിവാര്യമെന്ന് നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ അറിയിച്ചു. ഇറാന്റെ 90ഓളം സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ബന്ദർ അബ്ബാസിലും സിറിക്കിലും അതിശക്തമായ ആക്രമണമാണ് US സെൻട്രൽ കമാൻഡ് നടത്തിയത്. ഹോർമൂസിൽ ഭീഷണി സൃഷ്ടിക്കുന്ന ഇറാൻ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്ന് സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നു. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്നും സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നുണ്ട്. ഇറാനെതിരെ അതിശക്തമായ ആക്രമണം നടന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്ഥിരീകരിച്ചു. തെക്ക് കിഴക്കൻ ഇറാനിലെ ചബാഹർ, കൊണാർക്ക് മേഖലകളിലും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനിലെ US ആക്രമണം അനിവാര്യമെന്ന് നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ അറിയിച്ചു. ഇറാനെതിരെ ആഴ്ചകളോളം നീണ്ടുനിൽക്കുന്ന സൈനിക നടപടി വൈറ്റ് ഹൌസ് ആസൂത്രണം ചെയ്യുന്നതായും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. US മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ ഒരു ധാരണയും നടപ്പിലാകില്ലെന്ന ഉറച്ച നിലപാടിലാണ് അമേരിക്ക. ഇറാന്റെ മിസൈൽ പ്രതിരോധ കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും ലക്ഷ്യമിടുന്ന സൈനിക നടപടി തുടരാൻ തന്നെയാണ് അമേരിക്കൻ നീക്കം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.